ഇന്ന് കുളിയൊക്കെ കഴിഞ്ഞ് നല്ല ഫ്രഷായിട്ട് വന്നിട്ടാണ് കേട്ടോ ഞാൻ കുക്കിങ്ങിന് കയറുന്നത്. ഇത് രാവിലെയല്ല, രാത്രിയാണ്. അപ്പം എനിക്കിങ്ങനെ ഇരുന്നപ്പോൾ ഒരാഗ്രഹം, മത്തങ്ങയും പയറും കൂടിയിട്ട് എരിശ്ശേരി വെക്കുമല്ലോ, അത് കഴിക്കണത്. നാട്ടിലാണെങ്കിൽ എന്തെങ്കിലും ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മമ്മി അപ്പം തന്നെ അത് ഉണ്ടാക്കി തരും കേട്ടോ. പക്ഷേ ഇവിടെ നമുക്ക് അങ്ങനെയല്ല, നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കണം. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ ഉണ്ടാക്കിയേക്കാം. ആഗ്രഹം വന്നിട്ട് പിന്നെ അത് കഴിച്ചില്ലെങ്കിൽ എന്തോ ഒരു സമാധാനക്കേടാ. അപ്പോൾ പിന്നെ മത്തങ്ങ ഇരിപ്പുണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് വേഗം ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തു. കുഞ്ഞു കുഞ്ഞു പീസായിട്ട് വേഗം കട്ട് ചെയ്തു കേട്ടോ. എന്തായാലും കൈയൊന്നും മുറിഞ്ഞില്ല. അപ്പോൾ പിന്നെ എനിക്ക് സമാധാനമായി. പിന്നെ ദേ നമ്മുടെ മത്തങ്ങ ബാലൻസ് ഉള്ളത് ഇങ്ങനെ റാപ്പ് ചെയ്തെടുത്ത് വെക്കുകയാണ്. ഇനി എങ്ങാനും അത് കേടായി പോയാലോ. അപ്പോൾ പിന്നെ അതും റാപ്പ് ചെയ്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചു കേട്ടോ. ഇനി നമ്മുടെ പരിപാടി തുടങ്ങാം. നമുക്കൊരു കുക്കർ എടുക്കാം. എന്നിട്ട് അതിലേക്ക് വൻപയർ വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു, അതിട്ട് കൊടുത്തു. പിന്നെ ഇതേ മത്തങ്ങ നല്ല മത്തങ്ങയായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വെന്തുടഞ്ഞൊക്കെ കിട്ടി നമുക്ക്. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, ഇതൊക്കെ കൂടി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് കുക്കറിൽ ഇത് നല്ലപോലെ വെന്തുടഞ്ഞ് വരുന്ന പാകത്തിന് വരെ വിസിലടുപ്പിച്ചെടുക്കാം കേട്ടോ. ഞാനൊരു 2 വിസിലടുപ്പിച്ചിട്ട് അതിൻ്റെ എയർ കളയുന്ന വരെ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ നല്ല അടിപൊളിയായിട്ട് വെന്തൊടഞ്ഞ് കിട്ടണം, എന്നാലാണ് നമുക്ക് എരിശ്ശേരിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. കഷ്ണമായിട്ട് കടന്നു കഴിഞ്ഞാൽ അതൊരു ഗുമ്മില്ല. ആ സമയം കൊണ്ട് നമുക്കതിനുള്ള അരപ്പെടുക്കാം കേട്ടോ. 2 വെളുത്തുള്ളി, 2-3 ചെറിയുള്ളി, പിന്നെ കുറച്ച് തേങ്ങ, ജീരകം എല്ലാം കൂടിയിട്ട് നല്ലപോലെ അരച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ മത്തങ്ങയും പയറും ദേ വെന്തു. എന്നിട്ട് നമുക്ക് അതിലേക്ക് നമ്മുടെ അരപ്പൊഴിച്ചു കൊടുക്കാം. അരപ്പൊഴിച്ച് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് ഗ്യാസിലോട്ട് തന്നെ ഒന്നുകൂടി വെക്കാം. എന്നിട്ട് അതിൽ തിള വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുഞ്ഞൊരു പാൻ എടുത്തിട്ട് അതിൽ നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് പൊട്ടിച്ച് കുറച്ച് ചുവന്നുള്ളി നല്ല കുഞ്ഞതായിട്ട് അരിഞ്ഞിട്ട് അതിലിട്ട് കൊടുത്ത് കുറച്ച് ഉണ്ടമുളകും കുറച്ച് കറിവേപ്പിലയും ഒക്കെ കൂടി ഒന്ന് മൂപ്പിച്ചിട്ട് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിക്കണം. ഇപ്പോൾ ഒരു മണം ഉണ്ടല്ലോ എൻ്റെ സാറേ. നമുക്ക് വേറെ ഒന്നും വേണ്ട, ചോറിന് ഈ ഒരു കറി മാത്രം മതി. വേണമെങ്കിൽ 2 പപ്പടവും കൂടി പൊരിച്ചാൽ നൈസായിരിക്കും. അപ്പോൾ നമ്മുടെ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. സിമ്പിളല്ലേ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.